ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട് ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ഭാഗമായ ആട് 3യുടെ ശക്തമായ തേരോട്ടം ഈദ് ദിനമായ ഇന്ന് വെള്ളിയാഴ്ചയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ, ഭഗത് മാനുവൽ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. ചിത്രം ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ വെല്ലുന്ന കൊടൂര കളക്ഷനാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ കേരള ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക്ക് വന്നാൽ കേരളത്തിൽ 5,91,00,000, കർണാടകയിൽ 59 ലക്ഷം, തമിഴ്നാട് കളക്ഷനായി 18 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 4 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 20 ലക്ഷം എന്നിങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തത് 6,92,00,000 രൂപയായിരുന്നുവെങ്കിൽ വിദേശത്ത് നിന്ന് ആദ്യ ദിവസം $1.18 മില്യൺ, അതായത് 11,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ ദിവസം ലോകമെമ്പാടുമായി 18,02,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ ദിവസത്തെ കേരള ഷെയറായി 2,95,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 8,85,00,000 രൂപയുമാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാം ദിനവും ഈ ദിനം കൂടിയായെന്ന് വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ 6.5-7 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 12.5-13 കോടി റേഞ്ചിലാണ് കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 38-40 കോടി റേഞ്ചിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈദ് അവധിയായതുകൊണ്ട് തന്നെ ഈ സിനിമ 100 കോടിക്ക് മുകളിൽ ഒരാഴ്ച കൊണ്ട് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇനി രൺവീർ സിംഗ് നായകനായി ആദിത്യദർ തിരക്കഥ സംവിധാനം ചെയ്ത ദുരന്തർ 2വിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ 3ാം ദിവസമായ നാളെ ശനിയാഴ്ചയിലേക്കുള്ള ഈ സിനിമയുടെ പ്രീസെയിൽ ബുക്കിംഗ് ഏകദേശം 100 കോടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ പ്രീമിയർ ഷോയിലാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ, അതായത് 199 കോടിയോളം രൂപ കളക്ട് ചെയ്തത് പ്രീമിയർ ഷോ വഴിയാണ്. റെഗുലർ ഷോ ഉൾപ്പെടെ വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 240,90,00,000 രൂപയാണ് ആദ്യ ദിവസം സ്വന്തമാക്കിയത്. കേരളത്തിൽ ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തത് 3,10,00,000 രൂപയായിരുന്നു. അതേസമയം ഈദ് ദിവസം കൂടിയ രണ്ടാം ദിവസം എന്ന വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 2-2.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 5,50,00,000 റേഞ്ചിലാണ് ദുരന്തർ 2 എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 135-140 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 375 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. മാർച്ച് 19 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഈ സിനിമയിൽ അനുഷ്മ അനിൽകുമാർ, ദേവദർശിനി, സുരാജ് വെഞ്ഞാറമൂട്, മീനാക്ഷി ദിനേശ്, പ്രിയാൻഷി യാദവ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം തമിഴ്നാട്ടിൽ 3,81,00,000 രൂപയാണ് ആദ്യ ദിവസം സ്വന്തമാക്കിയത്. കർണാടകയിൽ 33 ലക്ഷം, കേരളത്തിൽ 5 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 80,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷം എന്നിങ്ങനെ 4,23,00,000 രൂപയാണ് ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 35,60,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 4,59,00,000 രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം നേടിയത്. ഇനി രണ്ടാം ദിവസവും ഈ ദിനം കൂടിയായ വെള്ളിയാഴ്ചയിലെ തമിഴ്നാട് കളക്ഷനിലേക്ക് വന്നാൽ 4.5 കോടി റേഞ്ചിൽ ഇന്ന് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ 8.5-9 കോടി റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 10.5-11 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 7 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.